മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ യുവാവിനെ സഹതൊഴിലാളികൾ സംഘം ചേർന്ന് ക്രൂരമായി ആക്രമിച്ചതായി പരാതി. മാരകായുധങ്ങൾ കൊണ്ടുള്ള അടിയേറ്റ് കൈകാലുകൾ ഒടിഞ്ഞ യുവാവിനെ ഒടുവിൽ നാട്ടുകാർ ഇടപെട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽമയൽ, മംഗളൂർ. കുഞ്ചത്തൂരിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് കരാറുകാരനും കുഞ്ചത്തൂർ ജമാലിയ മസ്ജിദിനടുത്ത് താമസക്കാരനുമായ ഇബ്രാഹിം ഖലീൽ എന്ന 32-കാരനെയാണ് സഹതൊഴിലാളികൾ സംഘം ചേർന്ന് അതിക്രൂരമായി ആക്രമിച്ചത്. മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള അടിയേറ്റ് കൈകാലുകൾ ഒടിഞ്ഞ നിലയിൽ ഖലീലിനെ നാട്ടുകാരാണ് ഒടുവിൽ കുമ്പളയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശനിയാഴ്ച കുഞ്ചത്തൂരിൽ നടന്ന ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് മത്സരത്തിനിടെയായിരുന്നു സംഭവത്തിന് തുടക്കം. ഇത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ സ്ഥലത്തുണ്ടായിരുന്നവർ ഇരുവരെയും സമീപിച്ച് കളി അലങ്കോലപ്പെടുത്തരുതെന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടതായും അറിയുന്നു. ഇതേ തുടർന്ന് ഖലീൽ വീട്ടിനടുത്തെത്താറായപ്പോൾ സംഘടിച്ചെത്തിയ സഹതൊഴിലാളികൾ തടഞ്ഞു നിർത്തി ഇരുമ്പ് കമ്പികളും മറ്റു മാരകായുധങ്ങളും ഉപയോഗിച്ച് ഖലീലിന്റെ കൈകാലുകൾ അടിച്ചൊടിക്കുകയായിരുന്നു അത്രേ. മൂവായിരത്തിന് തന്നെ ഡെയിലി വിളിച്ചോണ്ട് പൊടിച്ചോണ്ട് വന്നോണ്ട് പണിക്ക് ഒരു പിന്നെ ശമ്പളം തന്നോല്ലെന്ന് എൻ്റെ 8 ലക്ഷം പിന്നെ സാധനം അവൻ്റെ ഉണ്ട് നല്ലത്. അതിൻ്റെ പിന്നെ പാർട്ട്ണറാക്കിയിട്ട് ഞാൻ പിന്നെ ഊളെ ഉപേക്ഷിച്ച 20 കൊല്ലം സ്നേഹിച്ച പിന്നെ ഉപേക്ഷിച്ച ഈ നിനക്ക് വേണ്ട ഇനി ശരിയല്ല എനിക്ക് അവ എന്താക്കിയ നിനക്ക് 2 സിമ്മും കിമ്മും ഈ കോഴിക്കോടിനുള്ള കീപ്പറിനെ വെച്ച് നല്ല നമ്പർ ഡ്രസ് ആക്കിയ നിനക്ക് പണി തന്ന ഉള്ള എന്തെല്ലാം ചെല്ലുമ്പോൾ ഇനൊന്ത് ചെല്ലിച്ച കടുകിരിക്കുമ്പോഴല്ല ലാസ്റ്റ് തന്നെ இவ்வளோ பறக்காருக்கு உள்ள ஊனாரியால் ஊழியம் தானே ஒரு களவு செல்லுங்க புத்தியாப்புறம் லெத்திப்பின் தெங்க ஒரு களவு செல்லுங்க എന്ത് ചെല്ലുங்க കളവല്ല നേര് ചെല്ലിട്ട എല്ലാ സ്റ്റോറി ചെല്ലാം നിന്റെ തിരികെ നമുക്ക് ഗുർത്തുണ്ടോ ഞാൻ ഗുർത്തുള്ളത് അറിയിച്ചിട്ടും ഇല്ല. ലാസ്റ്റ് അവനറിഞ്ഞ എങ്ങനെ ലാസ്റ്റ് പരക്കാരും അവൾ ഉപ്പയും ഉമ്മയും പണ്ട് ഫോണാക്കി ഉപ്പറത്തേക്ക് ഉണ്ടായിരുന്നു എൻ്റെ എന്തെങ്കിലും കിട്ടും ഞാൻ വീട്ടിലൊക്കെ നമുക്ക് ദമിക്കുന്നത് വേണം അത് വേണം ഇത് വേണം എല്ലാം ചെല്ലുണ്ട് നിങ്ങൾ മെരുമല്ലോ ചെല്ലും ഒരാരും കേട്ടിട്ടുമില്ല. ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും തർക്കവുമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് അറിയുന്നത്. മാത്രമല്ല ഫോൺ വിളിയുടെ പേരിൽ നേരത്തെയും ഇവർ തമ്മിൽ സംഘട്ടനം നടന്നതായുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.